സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായം 7 വാക്യം വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്കായി കരുതുന്ന ദൈവം നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഉറവിടങ്ങളൊന്നും ആവശ്യമില്ലാത്തവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും ഉളവാക്കിയവനാണ് അവിടുന്ന്. നാം വേദനപ്പെടുവാനോ ദുഃഖിക്കുവാനോ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം നന്മയെക്കൊണ്ട് നമ്മെ പുലർത്തുന്നവനാണ് ദൈവം. എന്നാൽ ദൈവത്തിന്റെ ഈ കരുതൽ അനുഭവിച്ചറിയുവാൻ നാം ദൈവത്തിൽ അചഞ്ചല വിശ്വാസമുള്ളവരായി തീരേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം പരാജയപ്പെടുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവം നമുക്കായി കരുതുന്നവനാണ്. എന്നാൽ ദൈവത്തിന്റെ കരുതൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അളവിൽ അനുഭവിച്ചറിയുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമുക്കായി ചിന്തിക്കുന്നതിനും ഉപരിയായി ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്കായി കരുതുകയും ചെയ്യുന്നു. ഈ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. അവിടുന്ന് നമ്മെ പുലർത്തും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കരുതുന്ന ദൈവമേ, അങ്ങിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നിരാശയെ അകറ്റി പ്രത്യാശയിൽ മുന്നേറുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. കരുതുന്നവന്റെ തൃക്കരങ്ങളിൽ പരിപൂർണമായി ഞാൻ സമർപ്പിക്കുന്നേ. കരുതുന്നവന്റെ തൃക്കരങ്ങളിൽ പരിപൂർണമായി ഞാൻ സമർപ്പിക്കുന്നേ. വഴി നടത്തുമവൻ, കരം പിടിക്കുമവൻ, മിഴികളെ നനയാതെ പാലിച്ചിടും. വഴി നടത്തുമവൻ, കരം പിടിക്കുമവൻ, മിഴികളെ നനയാതെ പാലിച്ചിടും. നല്ല ദാനങ്ങൾ നിരവധി നൽകിയോനെ വല്ലഭാനീ മാത്രം സ്തുതിക്കു യോഗ്യൻ. നല്ല ദാനങ്ങൾ നിരവധി നൽകിയോനെ വല്ലഭാനീ മാത്രം സ്തുതിക്കു യോഗ്യൻ.